Hello all. So in the last class we started with the section called Introduction to Prose, and we dealt with what is prose and what is the difference between prose and poetry. And we also discussed the etymology of the word prose, from which word did the word prose has been originated, and its meaning and all these things. We just discussed these things in the last class. And today we'll be dealing with certain prose varieties. As I told you in the last class, we dealt with some of the prose varieties. We just said we just got introduced to some of the prose varieties like fiction. We came to know about poetry prose, poetic prose. We came to know about non-fiction and fiction and all these things. So we'll be dealing with some of these prose varieties in detail today. Moving on. So the first prose variety is fiction, and which is very familiar to all of us. Almost all of us know what is the meaning of fiction, and we know at least we might have read at least one or two fiction in our during our times. Okay, so fiction is a narrative in any medium. ഏതൊരു മീഡിയമിലുള്ള ഒരു നരേറ്റീവിനെയാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് പീപ്പിൾ, ഈവൻറ്റ്സ് ഓർ പ്ലേസസ് ദാറ്റ് ആർ ഇമാജിനറി ആൻഡ് നോട്ട് റിയൽ. ഫിക്ഷൻ എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് ഇമാജിനറി, ഇമാജിനേഷനാണ്. നിങ്ങൾ റിയാലിറ്റി പോർട്രേ ചെയ്യുന്നതല്ല, മറിച്ച് ഇറ്റ്സ് ഇമാജിനേഷൻ, ദേ ആർ നോട്ട് റിയൽ. ആൻഡ് ഫിക്ഷൻ റെഫേഴ്സ് ടു നാരറ്റീവ്സ് ഇൻ പ്രോസ്, എസ്പെഷ്യലി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. മെയിൻലി നമ്മൾ നോവൽസിനെയും ഷോർട്ട് സ്റ്റോറീസിനെയുമാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് കം ടു ഇൻക്ലൂഡ് സെവറൽ അതർ റൈറ്റിംഗ്സ് ലൈക്ക് സ്റ്റോറീസ്, ഫേബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മോറൽസ് ഒക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ടാവും. ഫേബിൾസ്, ലെജൻഡ്സ്, മിത്സ്, ഫെയറി ടെയിൽസ്, എപ്പിക്, നാരറ്റീവ് പോയിട്രി, എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേസ്, എല്ലാത്തിനെയും നമ്മൾ ഇമാജിനേഷൻ കൊണ്ടുവരുന്ന ഏതൊരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയും നമ്മൾ ഫിക്ഷൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And it also includes creative works such as theatrical performances, films, TV programs, radio dramas, comics and video games. എല്ലാം ഇതിനകത്ത് വരും. ലൈക്ക് ഫിലിംസ് ആണെങ്കിലും തിയേറ്ററിക്കൽ പെർഫോമൻസസ് ആണെങ്കിലും എല്ലാം. സോ ബ്രോഡ്ലി സ്പീക്കിംഗ് ഇറ്റ് റെഫേഴ്സ് ടു എനി റൈറ്റിംഗ്സ് വിത്ത് ഇമാജിനറി എലിമെൻറ്റ്സ് ഇൻ ഇറ്റ്. അതിനകത്തൊരു ഡൗട്ടും ഇല്ല. ഓക്കെ. ആൻഡ് മോസ്റ്റ് കോമൺലി ഇറ്റ്സ് ഫിക്ഷണൽ element is publicly acknowledged, so its audience expects a deviation from the real world rather than presenting only characters who are actual people or descriptions that are factually true. അപ്പം നമ്മളൊരു ഫിക്ഷൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് വി നോ ദാറ്റ് ഇറ്റ്സ് ഫിക്ഷൻ, വി നോ ദാറ്റ്സ് ഇറ്റ്സ് ഇമാജിനേഷൻ, അതിനകത്ത് റിയൽ ആയിട്ടുള്ള ഈവൻറ്റ്സ് അല്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് വി ഡോണ്ട് എക്സ്പെക്ട് ടു സീ എനി റിയൽ ക്യാരക്ടേഴ്സ് ഓർ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഇൻ ഇറ്റ്. Instead, we hope for certain thrilling plots or something of that sort. Because നമ്മൾ എപ്പോഴും ഇമാജിനറി ഒരു നോവൽ വായിക്കുന്ന സമയത്ത് വി ആർ എക്സ്പെക്ടിങ് എ കൈൻഡ് ഓഫ് പ്ലഷർ. അപ്പോൾ ഓഡിയൻസ് എപ്പോഴും അങ്ങനത്തെ ഒരു സംഭവമാണ് ഫിക്ഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഓപ്പൺ ടു വേരിയസ് ഇൻ്റർപ്രിറ്റേഷൻസ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ദർ ആർ സെവറൽ ഡിസ്കഷൻസ് ഗോയിങ് ഓൺ. ഇപ്പോൾ നമുക്കിപ്പോൾ ഫിലിമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ നമുക്ക് ഇറങ്ങുന്ന മിക്ക പടങ്ങളുടെയും മൊത്തം റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. സോ ഇറ്റ്സ് ഓപ്പൺ ടു വേരിയസ് ഇൻ്റർപ്രിറ്റേഷൻസ്. ഏതൊരാൾക്കും ചില ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം, ചില ആൾക്കാർ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടാവാം. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഇറ്റ്സ് ഓപ്പൺ ടു വേരിയസ് ഇൻ്റർപ്രിറ്റേഷൻസ്. ആളുകൾക്ക് അവരുടെ ഇഷ്ടം പോലെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നേരെ മറിച്ച് അതൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ഫിക്ഷൻ ആവുന്ന സമയത്ത് ഇറ്റ്സ് ഓപ്പൺ ടു ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻസ്. The next prose is something that is very known to us, short story. നമ്മൾ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുമ്പം ഇറ്റ്സ് വെരി ഈസി ടു റീഡ് ഷോർട്ട് സ്റ്റോറീസ് അല്ലേ. നോവലിൻ്റെ മാതിരി അത്ര ബൾക്കായിരിക്കില്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ലെങ്തി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് ആണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഒരു ക്ലാസിക് ഡെഫിനിഷൻ ഓഫ് എ ഷോർട്ട് സ്റ്റോറി ഈസ് ദാറ്റ് വൺ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഇറ്റ് ഇൻ വൺ സിറ്റിംഗ്. ഒറ്റ ഇരിപ്പിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഒറ്റ ഇരിപ്പിന് ഒരു നോവൽ വായിച്ച് തീർക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഷോർട്ട് സ്റ്റോറി ഈസ് സംതിങ് ദാറ്റ് യു കുഡ് റീഡ് ഇൻ വൺ സിറ്റിംഗ്. അതിന് നമ്മളിങ്ങനെ ബുക്ക് മാർക്കൊന്നും വെച്ച് നീട്ടി വെക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ റീഡ് ഇറ്റ് ഇൻ വൺ സിറ്റിംഗ്. അത്തരത്തിലുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്രീഫ് ഫിക്ഷണൽ പ്രോസ് നാരേറ്റീവ് ദാറ്റ് യൂഷ്വലി ഡീൽസ് വിത്ത് ഓൺലി എ ഫ്യൂ ക്യാരക്ടേഴ്സ്. ഓക്കെ. നോർമലി നമുക്ക് നോവലിലൊക്കെ എന്ന് പറയുമ്പോൾ വീനോ നമുക്ക് സെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഒരു ചാപ്റ്റർ അവർ എടുത്തു എന്നിരിക്കാം. ഇപ്പം ഇപ്പോൾ തോമസ് ആഡിയുടെ വർക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ഥലവും കാര്യങ്ങളും അറിയാൻ തന്നെ ചിലപ്പോൾ 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു എന്നിരിക്കാം. കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറേ ചാപ്റ്റേഴ്സ് എടുത്തു എന്നിരിക്കും നോവലാവുന്ന സമയത്ത്. അതുപോലെ പ്ലോട്ട് പറയുന്ന സമയത്തും ഒരുപാട് ചാപ്റ്റേഴ്സ് എടുത്തു എന്നിരിക്കും. പക്ഷേ
ഇൻ കേസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ഓൺലി എ ഫ്യൂ ക്യാരക്ടേഴ്സ്. കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒറ്റ ഇരിപ്പിന് വായിക്കാൻ പറ്റണം എന്നാണെങ്കിൽ നമുക്ക് ആ ഇരിപ്പിൽ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത്രയും ക്യാരക്ടേഴ്സ് മാത്രമേ ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാവുള്ളൂ. It focuses on a self-contained incident or series of linked incidents with the intent of evoking a single effect or mood. അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്? ഓൺ എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസിഡൻറ്റ്, ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസിൻ്റെ പുറത്തായിരിക്കാം. ഇപ്പം നമ്മൾ ലാംബ് ടു ദി സ്ലോട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ ചെയ്തത് അവർ? അതിൽ മേരി മെലോണി എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? ഷീ കിൽസ് എ ഹസ്ബൻഡ്. സോ ആ ഒരു ഇൻസിഡൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക ഷോർട്ട് സ്റ്റോറി പോകുന്നത്. അപ്പോൾ അതിന് ലിങ്ക്ഡ് ആയിട്ട് ഷീ ഗോസ് ടു ദി ഗ്രോസറി ഷോപ്പ് ആൻഡ് ദെൻ ഷീ ഗോസ് ടു ദി കംസ് ബാക്ക് ടു ദി ഹോം, ഷീ കോൾസ് ദി പോലീസ്മാൻ. അങ്ങനെ എന്താണ് ആ ലാമ്പിൻ്റെ ലെഗ് അവിടുന്ന് അവനിലിരുന്ന് ഇതാവുന്നു, അത് പോലീസ്മാൻ കഴിക്കുന്നു. സോ ഇറ്റ്സ് എ സീരീസ് ഓഫ് ഇൻസിഡൻറ്റ്സ്. സോ അത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചെയിൻ ഓഫ് ഇൻസിഡൻറ്റ്സിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നോർമലി ഇൻ ഷോർട്ട് സ്റ്റോറീസ്. ആൻഡ് ഓൾസോ ഇറ്റ് evokes എ സിംഗിൾ ഇഫക്റ്റ് ഓർ മൂഡ്. ഇപ്പം വീണ്ടും കമ്മിങ് ടു ലാംബ് ടു ദി സ്ലോട്ടർ, നമുക്ക് ആ ഒരു ത്രിൽ, ആ ഒരു സസ്പെൻസ് എന്ന് പറയുന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് വായിക്കുമ്പോൾ. സോ മോസ്റ്റ് ഓഫ് ദി ഷോർട്ട് സ്റ്റോറീസ് ദേ ഫോക്കസ് ഓൺ വൺ സിംഗിൾ മൂഡ്. ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് another thing is that the character is the form of the short story encourages economy of setting, concise narrative and the omission of a complex plot. സോ എന്താണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ജോണർ നോക്കുമ്പോൾ ഇറ്റ് പ്രൊമോട്ട്സ് ദിസ് ഇക്കണോമി ഓഫ് സെറ്റിംഗ്. നമുക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒന്ന് സ്കോട്ട്ലൻഡിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് പോയി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, അങ്ങനെ ഭയങ്കര വൈഡായിട്ടുള്ള ഒരു സെറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരു എന്താ പറയുക നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കും അവരുടെ സെറ്റിംഗ്. എവിടെയാണോ കഥ നടക്കുന്നത് അത് എന്താണ് കുറഞ്ഞ ഒരു ഏരിയയിലായിരിക്കാം, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കായിരിക്കും എഴുതിയിട്ടുണ്ടാവുന്നത്. ആൻഡ് കൺസൈസ് നറേഷൻ ആണെങ്കിൽ ഭയങ്കര ലോങ് ആയിട്ടൊന്നും പോവില്ല, ഇങ്ങനെ എന്താണ് ബ്രീഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദി ഒമിഷൻ ഓഫ് എ കോംപ്ലെക്സ് പ്ലോട്ട്. യു വോണ്ട് ഫൈൻഡ് എ കോംപ്ലെക്സ് പ്ലോട്ട് ഇൻ എ ഷോർട്ട് സ്റ്റോറി, ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ. ആൻഡ് ദി ക്യാരക്ടേഴ്സ് ഡിസ്ക്ലോസ്ഡ് ഇൻ ആക്ഷൻ ആൻഡ് ഡ്രാമാറ്റിക് എൻകൗണ്ടർ ബട്ട് ഇസ് സെൽഡം ഫുള്ളി ഡെവലപ്ഡ്. ഇപ്പം നമ്മൾ നോവൽസ് വായിക്കുന്ന സമയത്ത് വി നോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റൈറ്റിംഗ് തന്നെ നോവലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻ കേസ് ഓഫ് ഷോർട്ട് സ്റ്റോറി യു വോണ്ട് ഫൈൻഡ് ദി ബ്രോഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ക്യാരക്ടർ. മേ ബി 1-2 വേർഡ്സിൽ ആ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്തു എന്നിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്താണ് ഇറ്റ്സ് ത്രൂ ദി പ്ലോട്ട് ദാറ്റ് വി ഗെറ്റ് ടു നോ അബൌട്ട് ദി ക്യാരക്ടർ. നമ്മളിപ്പോൾ ലാംബ് ടു ദി സ്ലോട്ടർ പഠിച്ച സമയത്ത് മേരി മെലോണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കര ഭീകരമായിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഇല്ല അതിനകത്ത്. ബട്ട് ഇൻസ്റ്റെഡ് ത്രൂ ദി പ്ലോട്ട് വി ഗെറ്റ് ടു നോ ദറ്റ് ക്യാരക്ടർ, അല്ലേ? അങ്ങനെയാണ് ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാകുന്നത്. ഇറ്റ്സ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ് ബൈ ദി ദി റൈറ്റർ. And it's judged by its ability to provide a complete or satisfying treatment of its characters and subject. സോ ഒരു നല്ല ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ, ദാറ്റ് ഈസ് യു ഹാവ് ടു റീഡ് ഇറ്റ് ഇൻ വൺ സിറ്റിംഗ്. അപ്പോൾ ആ ഒരു വൺ സിറ്റിങ്ങിനുള്ളിൽ ഇഫ് ഇറ്റ്സ് ഏബിൾ ടു ഗിവ് യു എ പ്രോപ്പർ സാറ്റിസ്ഫൈയിങ് എന്താണ് ആ ഒരു ഫീലിംഗ്, ആ ഒരു സാറ്റിസ്ഫൈയിങ് ഇമോഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഈസ് എ ഗുഡ് ഷോർട്ട് സ്റ്റോറി. ഓക്കെ, സോ ഇത്രയുമാണ് ഷോർട്ട് സ്റ്റോറിയുടെ എന്താണ് ഫോമാറ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫോമാറ്റ് അല്ല, ആസ് എ ഷോർട്ട് സ്റ്റോറി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ്. Now coming to the history, എന്താണ് before the 19th century the short story was not generally regarded as a distinct literary form. എന്താണ് 19th centuryയുടെ മുന്നേ വരെയും ഇറ്റ് വാസ് നോട്ട് എ ലിറ്റററി ഫോം, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലിറ്റററി ഫോം ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെർ വെർ സെവറൽ നറേറ്റീവ്സ് ലൈക്ക് ഷോർട്ട് സ്റ്റോറീസ്. ഇപ്പം ചെസ്സ് ഉണ്ടായിരുന്നു, ആനക്ഡോട്ട്സ് ഉണ്ടായിരുന്നു, ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പാരഗ്രാഫ് ആക്കിയിട്ട് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് എലിഗറിക്കൽ റൊമാൻസസ് ഉണ്ടായിരുന്നു, ഫെയറി ടെയിൽസ് ഉണ്ടായിരുന്നു, ഷോർട്ട് മിത്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും എന്താണ് കുഞ്ഞു കുഞ്ഞു വേർഷൻസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദി 19th century a genre called short story came into being. And short stories date back to oral storytelling traditions which originally produced epics such as the Ramayana, the Mahabharata, Homer's Iliad and Odyssey. അപ്പോൾ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ബാക്ക് ടു ദി ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ വരെയും പോകുന്നുണ്ട്. കാരണം രാമായണവും മഹാഭാരതവും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സമയത്തേക്ക് വരെയും ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ജോണർ എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്തത് 19th centuryക്ക് ശേഷമായിരുന്നു. ആൻഡ് ദേ വർ ടോൾഡ് ഓഫൺ ഇൻ ദി ഫോം ഓഫ് റൈമിംഗ് ഓർ റൈമിംഗ് വേഴ്സ്. മിക്ക ഷോർട്ട് സ്റ്റോറീസും എന്താണ് ഇറ്റ് വാസ് ടോൾഡ് ഇൻ റൈമിംഗ് വേഴ്സ്, കവിതയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. And before short story there were mythic tales, folk tales, fairy tales, fables, anecdotes, ഇതൊക്കെ ഉണ്ടായിരുന്നു.
The 1001 Arabian Nights, compiled for the first time probably in the 8th century, is also a storehouse of Middle Eastern folk tales and fairy tales. സോ നമുക്കറിയാവുന്ന കാര്യമാണ് 1001 രാവുകൾ എന്ന് പറയുന്ന പുസ്തകം എന്താണ് അതിനകത്ത് എന്താണ് കുറേ മിഡിൽ ഈസ്റ്റേൺ ആയിട്ടുള്ള കുറേ സ്റ്റോറീസും കുറേ ഫേബിൾസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. And some of the famous short story writers' names are given in your textbook. Edgar Allan Poe is one of the famous American ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ്. പറ്റിയ വായിക്കുക. വളരെ ഇൻട്രീഗിങ് ആയിട്ടുള്ള വളരെ എന്താണ് സസ്പെൻസ് ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്ററാണ് പോ എന്ന് പറയുന്നത്. നെഥാനിയൽ ഹോത്തോൺ, രവീന്ദ്രനാഥ് ടാഗോർ, ടോൾസ്റ്റോയ്, ഗീതി മോപ്പസന്റ്, ഒ ഹെൻറി, മുൻഷി പ്രേംചന്ദ്, ഗാഷ മാർക്കേസ്, ഇവരൊക്കെ എന്താണ് ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സാണ്. ഒ ഹെൻറി എന്നൊക്കെ പറയുന്നത് ഈസ് ലൈക്ക് എന്താണ് ഭയങ്കര നല്ല നല്ല ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെയാണ് ടോൾസ്റ്റോയ്, അതുപോലെ തന്നെയാണ് മോപ്പസന്റ്. സോ ഇവരെല്ലാവരും തന്നെയും നല്ല ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, കമ്മിങ് ടു ടെയിൽസ്, അടുത്ത ഒരു പ്രോസ് വെറൈറ്റിയാണ് ടെയിൽസ് എന്ന് പറയുന്നത്. A tale is a fictitious or true narrative story, or especially one that's imaginatively recounted. അപ്പോൾ ഇതൊരു സ്റ്റോറി തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് എ ഫിക്റ്റീഷ്യസ് സ്റ്റോറി ഓർ ട്രൂ നാരേറ്റീവ്. ചിലപ്പോൾ അത് റിയൽ ആയിരിക്കാം, ചിലപ്പോൾ അത് ഫിക്ഷൻ ആയിരിക്കാം. ആൻഡ് ഇറ്റ്സ് ഇമാജിനേറ്റീവ്ലി റിക്കൗണ്ടഡ്, ഇമാജിനേഷൻ ആയിട്ട് തന്നെയാണ് മോസ്റ്റ്ലി ഇത് വരുന്നത്. ഇറ്റ്സ് ഫുൾ ഓഫ് ക്രിയേറ്റീവ് എംബലിഷ്മെൻറ്റ്സ്. യു ക്യാൻ റീഡ് എ ടെയിൽ ഫ്രം എ ബുക്ക് ഓർ ടെൽ എ ബെഡ് ടൈം ടെയിൽ ടു ദി കിഡ്സ് യു ആർ ബേബി സിറ്റിംഗ്. അപ്പോൾ ടെയിലും ഷോർട്ട് സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ടെയിൽ എന്ന് പറയുമ്പോൾ മീൻസ് സോ മച്ച് ക്രിയേറ്റീവ്ലി എംബലിഷ്ഡ്. നമ്മളിപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, നിങ്ങൾക്കറിയാം നമ്മൾ ഈസോപ്പ് കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, പഞ്ചതന്ത്രം കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലൊക്കെ നമുക്ക് വാട്ട് യു സീ ഇൻ ഇറ്റ്സ് ക്രിയേറ്റീവ് എംബലിഷ്മെൻറ്റ്. അത് ഭയങ്കരമായിരിക്കും. മൃഗങ്ങളുടെ ഇതും ജംഗിളും ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതും. ഇനി ഈസോപ്പ് കഥകളാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ക്രിയേറ്റീവായിട്ട് ഭയങ്കര എംബലിഷ്മെൻറ്റ് ഉണ്ടാവും. കാരണം നമ്മളത് മോസ്റ്റ്ലി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ആൻഡ് യു വിൽ ഹാവ് ടു അട്രാക്ട് ദം. അവരെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. നമ്മളിപ്പം ഒരു ലാം ടു ദി സ്ലോട്ടർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഫോർ ദെം ടു ബി ഇൻട്രസ്റ്റിംഗ് ഇറ്റ് നീഡ്സ് ടു ഹാവ് സർട്ടൻ ക്രിയേറ്റീവ് എംബലിഷ്മെൻറ്റ്സ് ഇൻ ഇറ്റ്. അപ്പം അത്തരത്തിലുള്ള കഥകളെയാണ് നമ്മൾ ടെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, and tales can be true or fictional, but they generally consist of a narrative with a beginning and an end, made more interesting and exciting with vivid details. അതിനകത്ത് വളരെ വിവിഡ് ആയിട്ടുള്ള കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. Aesop's fables is one example for tales. And nearly all the ancient tales, whether from Israel, India, Egypt or the Middle East, were fundamentally didactic. ഇതൊക്കെ എന്താണ്, ഒരു മോറലുള്ള കഥകളായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു മോറൽ തരുന്ന, ഇപ്പോൾ പഞ്ചതന്ത്രം കഥകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ താഴത്ത് ഇങ്ങനെ ഒരു മോറൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ എന്താണ്, എന്തെങ്കിലും ഒരു മോറൽ തരുന്നത്. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിപ്പിക്കുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, ടു ഇൻസ്ട്രക്ട് എന്നുള്ളതാണ് ഡൈഡാക്റ്റിൻ്റെ മീനിങ്. സോ ടെയിൽസ് ആർ നോർമലി ഡൈഡാക്റ്റിക്. നോർമലി എന്ന് പറയുമ്പം ദി tales that we usually read in India, Israel, Egypt or the Middle East, all of the tales that were found in these particular regions, they were fundamentally didactic. They intended to teach the people a moral lesson. So അത്തരത്തിലുള്ള കഥകളെയാണ് നമ്മൾ tales എന്ന് പറയുന്നത്. Some of those ancient stories preached by presenting an ideal for readers to imitate. Others tagged with a moral were more direct. ചിലതിന് എന്താണ്, you could see a moral. കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് you could see a moral എന്നിട്ട് ഇങ്ങനെ പറയും, എന്താണ് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ലൈക്ക് ഇപ്പം എനിക്ക് പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, പക്ഷെ നമുക്ക് മോറൽ എന്ന് പറഞ്ഞിട്ട് താഴത്ത് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. ചില കഥകൾ എന്തായിരിക്കും, ആ കഥയിലൂടെ മോറൽ പറയുന്നതും ഉണ്ടാവും. ഡയറക്റ്റ്ലി മോറൽ പറയാണ്ട് കഥയിലൂടെ തന്നെ മോറൽ റിവീൽ ചെയ്യപ്പെടുന്നതും ഉണ്ടാവും. സോ ദിസ് ഈസ് വാട്ട് എ ടെയിൽ ഇസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ വി വർ ഡീലിംഗ് വിത്ത് 3 prose വെറൈറ്റീസ് വിച്ച് ആർ ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറി. ഫിക്ഷനകത്ത് തന്നെ നമ്മൾ ഷോർട്ട് സ്റ്റോറി കണ്ടു. ഇതൊക്കെ ഫിക്ഷനിലുള്ളതാണ്, ഷോർട്ട് സ്റ്റോറിയും ടെയിൽസൊക്കെ ഫിക്ഷൻ. പിന്നെ അതുപോലെ ഷോർട്ട് സ്റ്റോറി ആൻഡ് ടെയിൽസ്, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഓക്കെ, സോ പ്ലീസ് റീഡ് ദി ടെക്സ്റ്റ് ബുക്ക്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് അത് വായിക്കാം. ആൻഡ് ഓൾസോ ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് തരുന്നതായിരിക്കും. ആ ലിങ്കിൽ കയറിയിട്ട് ഒരു ക്വിസ് ഉണ്ടാവും, അതൊന്ന് ആൻസർ ചെയ്യുക. നിങ്ങളുടെ അറ്റൻഡൻസ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്ക് ചെയ്യുക. താങ്ക് യു.